+1 ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടത്. നിങ്ങളുടെ +1 ട്രാൻസ്ഫറിന്റെ റിസൾട്ട് എന്നാ വരിക, ഏത് സമയത്താണ് വരിക, എപ്പോഴാണ് അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ HS-CAPൽ ഒഫീഷ്യൽ സർക്കുലറായിട്ട് വന്നിട്ടുണ്ട്. വെൽക്കം ടു എജ്യൂപോർട്ട് +1, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് +1 ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ HS-CAPന്റെ സർക്കുലർ അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ജൂലൈ 25 രാവിലെ 10 മണി മുതലാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക, +1 ട്രാൻസ്ഫറിന്റെ റിസൾട്ട് കാണാൻ പറ്റുക. അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ജൂലൈ 25 രാവിലെ 10 മണി മുതൽ, അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. എങ്ങനെയാണ് റിസൾട്ട് അറിയാൻ പറ്റുക? HS-CAPന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാൻസ്ഫർ റിസൾട്ട് കാണാൻ പറ്റുക. അപ്പോൾ HS-CAPന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ റിസൾട്ട് അറിയാൻ പറ്റുക. ഇന്ന് അറിയാൻ പറ്റില്ല. അതായത് ജൂലൈ 25 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയം നിങ്ങൾ സ്കൂളായതുകൊണ്ട് തന്നെ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ട്രാൻസ്ഫർ നോക്കി തരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. നിങ്ങൾ അതേ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണെങ്കിലും ഈ ഒരു ട്രാൻസ്ഫർ ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എത്ര ദിവസം വരെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അഡ്മിഷൻ എടുക്കാൻ സമയമുണ്ട്? അതായത് ജൂലൈ 25 രാവിലെ 10 മണി മുതൽ ജൂലൈ 28 വൈകിട്ട് 4 മണി വരെ, അതായത് വെള്ളി ശനി ജൂലൈ 26 ആണ്, ഞായർ ജൂലൈ 27 ആണ്, തിങ്കൾ ജൂലൈ 28, അതായത് മൺഡേ തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് എന്തിനുള്ള സമയം ട്രാൻസ്ഫറിൽ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ 2025 ജൂലൈ 28 വൈകിട്ട് 4 മണി വരെയാണ് എന്തിനുള്ള സമയം, നിങ്ങൾക്ക് ട്രാൻസ്ഫറിൽ കിട്ടിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഓർത്ത് വെച്ചോ, ജൂലൈ 28 തിങ്കളാഴ്ച 4 മണി വരെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സമയമുണ്ട്. ഇനി അതിനുശേഷം പലരുടെയും ഡൗട്ടാണ്, എന്നാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്? അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിന്റെ വിശദ വിവരം എന്ത് ചെയ്യും, 2025 ജൂലൈ 29 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രസിദ്ധീകരിക്കട്ടെ. സ്പോട്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ 2025 ജൂലൈ 29 ഉച്ചയ്ക്ക് 2 മണിക്ക്, അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് എന്ത് ചെയ്യുക, സ്പോട്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ +1 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ട്രാൻസ്ഫർ നോക്കി വെച്ചോ, 2025 ജൂലൈ 25 രാവിലെ 10 മണി, അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ നമുക്ക് അറിയാൻ പറ്റും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.